നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രൊഫസർ കാർത്തിയ സാർ. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഇന്ന് മീഡിയ ടൂറിന് വേണ്ടി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാൽ അമ്മയെക്കുറിച്ചുള്ള ഒരു ചരിത്രമാണ്. ആറ്റുകാൽ ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ പഴക്കമുള്ളൊരു ക്ഷേത്രമാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിനൊരു പ്രസിദ്ധി കിട്ടിയിട്ടൊരു 40-50 വർഷം മാത്രമേ വരികയുള്ളൂ. അതിന് കാരണം ഈ സ്ത്രീകൾക്ക് മാത്രമായിട്ട് പ്രവേശനമുള്ളതും അതേസമയം എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ടവർക്കും പങ്കെടുക്കാൻ കഴിയുമെന്നുള്ളതുമാണ് അതിൻ്റെ ആകർഷണം. ഇത് പ്രാചീന കാലത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അതിൻ്റെ സാധ്യത നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിപ്രാചീനമായൊരു ക്ഷേത്രം തിരുവനന്തപുരത്തുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു കൃതിയുണ്ട്. അജ്ഞാത കർത്തൃകം ആണ്. ആരാണ് എഴുതിയെന്ന് അറിഞ്ഞുകൂടാ. അനന്തപുര വർണ്ണനം എന്നാണ് അതിൻ്റെ പേര്. 13-ാം നൂറ്റാണ്ടിൽ എഴുതിയിരിക്കാനാണ് സാധ്യത. അതിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള മറ്റ് ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ശ്രീ വരാഹം, അത് അവതാരമാണ്. വരാഹം വിഷ്ണുവിൻ്റെ അവതാരമാണ്. അത് തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് കന്നിമൂല എന്ന് പറയും, അവിടെ നിൽക്കുന്നു. വടക്ക് കിഴക്കേ മൂല ഈശാനകോണം എന്ന് പറയും, അത് ഇവിടെ വലിയ ശാലയാണ്, അത് ശിവക്ഷേത്രമാണ്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിൽക്കുന്ന ശ്രീകണ്ഠേശ്വരം, അതും ശിവക്ഷേത്രമാണ്. എന്നാൽ തെക്ക് കിഴക്ക് ഭാഗത്തൊരു ശൂന്യതയാണ് കാണുന്നത്, അതില്ല. അവിടെ ഒരു ക്ഷേത്രം ഉള്ളതായിട്ട് 12-ാം നൂറ്റാണ്ടിൽ പറയുന്നില്ല, ഈ കൃതി എഴുതുന്ന കാലത്ത് പറയുന്നില്ല. അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് വരേണ്ടത് ഇപ്പോൾ നിൽക്കുന്ന കുറച്ച് അകലെയാണെങ്കിൽ പോലും നിൽക്കുന്നത് ആറ്റുകാലാണ്. ആറ്റുകാൽ ക്ഷേത്രത്തെക്കുറിച്ച് 13-ാം നൂറ്റാണ്ടിൽ പരാമർശമില്ല. അപ്പോൾ അത് ശേഷം വന്നത് ആവണം. അതൊരു കാര്യം. രണ്ട്, തിരുവനന്തപുരത്തിൻ്റെ ഭൂപരിസരം ടോപ്പോഗ്രഫി നോക്കിയാൽ അവിടുത്തെ ജനങ്ങളുടെ ഈ സെറ്റിൽമെൻറ്റ് പാറ്റേൺ, ജനങ്ങൾ വന്ന് താമസിക്കുന്ന, കുടിയേറി വന്ന് താമസിച്ചൊരു രീതി നോക്കിയാൽ കോട്ടയ്ക്കകത്ത് മുഴുവൻ ബ്രാഹ്മണരോ അല്ലെങ്കിൽ അമ്പലവാസി വിഭാഗങ്ങളിൽപ്പെട്ടവരോ ആദ്യകാലത്തുണ്ടായിരുന്നുള്ളൂ. പിന്നീട് വിലയ്ക്ക് വാങ്ങിയിട്ടാണ് നായർ ജാതിയിൽപ്പെട്ടവരൊക്കെ വന്ന് താമസിക്കാൻ തുടങ്ങിയത്. തെക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ മണക്കാട് ഭാഗത്തേക്ക് അവിടെ മുസ്ലിങ്ങളാണ് കൂടുതലും. കാരണം തിരുവനന്തപുരം പട്ടണത്തിൽ, അന്ന് പട്ടണമായിട്ടില്ല, ഈ കോട്ടയ്ക്കകത്ത് രാജഭരണ കുടുംബമൊക്കെ ഉള്ള കാലത്ത്, നാടുവാഴി കുടുംബം ഉള്ള കാലത്ത് അവിടേക്ക് സാധനങ്ങൾ കൊണ്ടുവന്നിരുന്ന മുസ്ലിം വ്യാപാരികൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. അങ്ങനെ അവിടെ ആ സെറ്റിൽമെൻറ്റോ മുസ്ലിം മണക്കാട്, കാരണം വിഴിഞ്ഞം തുറമുഖത്ത് നിന്നോ വലിയ തുറമുഖ ഭാഗത്തു നിന്നോ കടലിൽ വരുന്നവർക്ക് സാധനം ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അതായിരിക്കും അത് മുസ്ലിങ്ങളാവാൻ കാരണം. ഈ കരമന ആണ്ടിയിറക്കം ഭാഗത്തൊക്കെ കല്ലാശ്ശേരി അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ. ഇടയ്ക്ക് പഴയ തറവാട് നായർ ഭവനങ്ങളുണ്ട്. അതേസമയം കണ്ണമ്മൂല ഭാഗം, ജഗതി ഭാഗത്തും മറ്റ് ഈ ആർട്ടിസാൻ ക്ലാസ് എന്ന് പറയുന്ന കൈവേലയും കൈത്തൊഴിലൊക്കെ ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ അന്ന് താമസം. അപ്പം തിരുവനന്തപുരം നഗരത്തിൻ്റെ കെട്ടിടങ്ങളുടെയും മതിലുകളുടെയും കോട്ടകളുടെയും നിർമ്മാണത്തിന് ആവശ്യമായി വന്ന ലേബർ ഫോഴ്സ് അത് കൊണ്ടുവന്ന് പല സ്ഥലത്തായിട്ട് താമസിപ്പിച്ചു. ജനസംഖ്യ ഇത്രയൊന്നുമില്ല. അപ്പോൾ കോട്ടയ്ക്കകത്ത് മാത്രമേ ഉള്ളൂ നാടുവാഴിയും മറ്റു കാര്യങ്ങളും. കോട്ടയ്ക്ക് വെളിയിലാണ് ജയിലുണ്ടായിരുന്നത്. അത് ശിങ്കാരത്തോപ്പ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഈ ആറ്റുകാലിക്ക് പോകുന്ന വഴിയിലാണ് ഇപ്പോൾ കോളനിയായത്. പണ്ടൊരു ജയിലായിരുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു, കൊട്ടാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഊഹിക്കാൻ പറ്റുന്ന വേറൊരു കാര്യം, തിരുവനന്തപുരത്തിൻ്റെ മറ്റ് പ്രദേശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തമ്പാനൂർ ഭാഗം വന്നു കഴിഞ്ഞാൽ 2 പ്രധാനപ്പെട്ട ക്ഷേത്രമുണ്ട്. ഒന്ന് ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം, അതെ, ഹൗസിംഗ് ബോർഡിന് അടുത്തിരിക്കുന്നു. മറ്റൊന്ന് തൈക്കാട്ട് ശാസ്താ ക്ഷേത്രം അപ്പുറത്ത്. അതെ, ഈ 2 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ വലിയ ശാല കഴിഞ്ഞാൽ, വലിയ ശാല നിന്ന് നമ്മൾ വടക്കോട്ട് സഞ്ചരിച്ചാൽ കാണുന്ന 2 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് ഈ പറഞ്ഞത്. അടുത്തെങ്ങും വേറെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളില്ല, കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങളാണ്. കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങളല്ലതൊക്കെ അമ്മൻ കോവിലുകളാണ്. ഇപ്പം ഗാന്ധാരി അമ്മൻ, ഉജ്ജയിനി അമ്മൻ, മഹാകാളി അമ്മൻ എന്നൊക്കെ പറഞ്ഞ അമ്മൻ കോവിലുകളാണ്. ഈ അമ്മൻ കോവിലുകളെല്ലാം തന്നെ ഒരു കാലത്ത് ഈ ആർട്ടിസാൻ എന്ന് പറഞ്ഞാൽ കൈവേലക്കാർ, കല്ലിൽ പണിയുന്നവർ, മരത്തിൽ പണിയുന്നവർ, അല്ലെങ്കിൽ വെങ്കലം ഉണ്ടാക്കുന്നവർ, അങ്ങനെയുള്ള ആൾക്കാരാണ്. തമിഴ് സെക്ടർ എന്ന് പറയണ്ട, അവർ തമിഴ് വന്ന അവിടെ നിന്നായിരിക്കാം ഈ ആൾക്കാരെ പണ്ട് കൊണ്ടുവന്നിരുന്നത്. മാത്രമല്ല തിരുവനന്തപുരം ഈ പണ്ട് വളരെ കാലത്തോളം പാണ്ഡ്യരാജാക്കന്മാരുടെയൊക്കെ നിയന്ത്രണത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു തമിഴ് സ്വാധീനം ഇവിടെ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അതുപോലെ മലയാള സ്വാധീനം അങ്ങോട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെ ആദാന പ്രദാനങ്ങളുടെ ഭാഗമായിട്ട് വന്നതാവാം.
അങ്ങനെ ഒരു പാറ്റേൺ നോക്കുമ്പോൾ ഈ ആറ്റുകാൽ ക്ഷേത്രം വന്നത് ഈ ആർട്ടിസാൻ ക്ലാസിൻ്റെ കൂടി താല്പര്യത്തിനനുസരിച്ചായിരിക്കും. അതിനെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, അത് ഈ ഐങ്കുടി കമ്മാളരെന്ന് പറയുന്ന 5 കൂട്ടരുണ്ട്. നിത്യജീവിതത്തിന് അനിവാര്യമായ സാധനങ്ങൾ ഒഴിവാക്കാനാവാത്ത സാധനങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ഈ ഐങ്കുടി കമ്മാളർ. കല്ലിൽ പണിയുന്നവർ, ഇരുമ്പിൽ പണിയുന്നവർ, മരത്തിൽ പണിയുന്നവർ, വെങ്കലത്തിലും ചെമ്പിലും പണിയുന്നവർ, സ്വർണം, വെള്ളി. ഇതാണ് 5 ആർട്ടിസാൻ ക്ലാസ്. അപ്പോൾ ഈ 5 എണ്ണവും നമുക്ക് നിത്യജീവിതത്തിൽ ഒഴിവാക്കാം. സ്വർണം വെള്ളി ഒഴിവാക്കിയാലും മറ്റു കാര്യങ്ങൾ ഒഴിവാക്കാൻ ഒക്കില്ല. മൺകലം അന്നുണ്ടായിരിക്കാൻ സാധ്യത കുറവാണ്. ചെമ്പിലും പിത്തളയിലും ആയിരിക്കും ക്ഷേത്രത്തിൽ. ഇപ്പോഴും അങ്ങനെയാണല്ലോ. ഇപ്പോൾ പിന്നെ സ്റ്റീലും കൂടെ വരുന്നുണ്ട്. പക്ഷേ കൂടുതലും മറ്റ് പാത്രങ്ങൾ, പൂജാപാത്രങ്ങൾ ഏതിലാണ്? വെങ്കലത്തിലോ, ഓട് എന്ന് പറയുന്ന വെങ്കലത്തിലോ അല്ലെങ്കിൽ ചെമ്പിലോ ആണ്. അപ്പോൾ ഇത് പണിയുന്ന ആൾ വേണം. അതിൻ്റെ ആശാരി, മൂശാരി, തട്ടാൻ, കൊല്ലൻ, വെളുത്തേടൻ എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടരുണ്ട്. ആ ഐങ്കുടി കമ്മാളരുടെ ദേവിയായിരിക്കണം ഈ ആറ്റുകാലിൽ തുടക്കത്തിൽ വന്നത്. പിന്നീട് ഐതിഹ്യ കഥയുമായിട്ട് ചേർത്ത് ചിലപ്പോൾ ഈ മധുര അല്ലെ കണ്ണകിയുമായിട്ട് കഥ ലിങ്ക് ചെയ്തിട്ടുണ്ടാവാം. കണ്ണകിയുടെ കഥ കേരളത്തിലല്ല, കേരളത്തിന് പുറത്തും തമിഴ്നാട്ടിൽ ഒരുപാട് സ്ഥലത്തുണ്ട്. ഇതേ സെയിം കഥ പറയുന്ന അമ്പലങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇവിടെ കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ ദേവി. അത് പിന്നെ മധുര ചുട്ടുകരിച്ചതിന് ശേഷം ദേവി അവിടെ വന്നു എന്നൊരാണ് സങ്കല്പം. അത് വന്നിരിക്കാനുള്ള സാധ്യത അവർ നോക്കി, ഈ പുഴയോരത്താണ് ഇത് വന്നിരിക്കുന്നത്. കിഴക്കൻ മലകളിൽ നിന്ന് ആരംഭിച്ച് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പുഴ കടലിൽ പതിക്കുന്ന സ്ഥലം, ഇവിടെ കരമനയാറ് കടലിൽ പതിക്കുന്ന സ്ഥലം. അത് തീരത്താണല്ലോ, ചതുപ്പിലാണ് ഇരിക്കുന്നത്. നിലമായിരുന്നു, അത് നികത്തിയിട്ടാണ് ഇപ്പോൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴും വെള്ളം പൊങ്ങിയാൽ ഇപ്പോഴും വെള്ളം കയറും, അതാണ് അങ്ങോട്ട് കയറുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ പൊങ്കാല കഴിഞ്ഞപ്പോഴും അവിടെ വെള്ളക്കെട്ടുണ്ടായതിൻ്റെ കാരണം, പെട്ടെന്ന് മഴ പെയ്താൽ വെള്ളക്കെട്ട്. കാരണം പഴയ നിലമാണ്. നിലം എന്ന് വെച്ചാൽ നല്ല ആഴ്ചയുള്ള ചതുപ്പാണ്. ആ ചതുപ്പ് മണ്ണിട്ട് നികത്തിയതാണ്. കൊടുങ്ങല്ലൂരെന്ന് വെച്ചാൽ പെരിയാറിൻ്റെ തീരത്താണ്. പെരിയാർ ആരംഭിക്കുന്ന എവിടുന്നാണ്? അങ്ങ് ഇടുക്കിയിൽ നിന്നാണ്. അപ്പോൾ അത് കമ്പം തേനി ഭാഗത്തു നിന്നാണ്. കമ്പം മുല്ലപ്പെരിയാറൊക്കെ വരുന്ന എവിടെ? കമ്പം തേനി ഭാഗം അപ്പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ കമ്പം ജില്ലയാണ്. കുമിളി കഴിഞ്ഞങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പുറം ആണ്. അപ്പോൾ അതുവഴിയാവാം ഒരു ഐതിഹ്യം വന്നത്. അപ്പോൾ തമിഴ്നാടും കേരളത്തിൻ്റെ പടിഞ്ഞാറേ തീരവും തമ്മിലുള്ള വ്യാപാര ബന്ധം, ആ വ്യാപാരികളുടെ കൂടെ ആയിരിക്കണം ഈ ദേവി വന്നത് അവരുടെ സങ്കല്പപ്രകാരം. എങ്ങനെയെന്നാൽ കേരളത്തിൽ ക്രിസ്തുമതം എത്തിയത് എങ്ങനെയാണ്? സിറിയൻ കച്ചവടക്കാരുടെ കൂടെയാണ്. ക്രിസ്തുമതം ജനിക്കുന്നതിന് മുമ്പേ ജൂതന്മാർ കേരളവുമായിട്ട് കച്ചവട ബന്ധം ഉണ്ടായിരുന്നു. പ്രവാചകനായ നബി വരുന്നതിന് മുമ്പ് തന്നെ അറേബ്യക്കാർ കേരള തീരവുമായിട്ട് കച്ചവട ബന്ധമുണ്ടായിരുന്നു. ആ കച്ചവട ബന്ധം തുടർന്നു. അവിടെ അവരുടെ മതം മാറിയപ്പോഴും അവരുടെ കച്ചവട ബന്ധം ഒഴിവായില്ല. യഹൂദന്മാരിൽ ഒരു വിഭാഗം പിന്നെ ക്രിസ്ത്യാനികളായപ്പോഴും, യഹൂദനിലാണല്ലോ ക്രിസ്ത്യാനി ഉണ്ടായത്, ക്രിസ്ത്യാനികളായപ്പോഴും യഹൂദന്മാരെ ഏത് വഴിക്കാണോ വന്നിരുന്നത് ആ വഴിക്ക് തന്നെ ക്രിസ്തുമതവും വന്നു. അപ്പോൾ സിറിയക്കാർ, പിന്നീട് പാലസ്തീൻകാർ, അങ്ങനെയാണ് ക്രിസ്തുമതവും കേരളത്തിലെത്തുന്നത്. അതെങ്ങനെ എത്തിയത്? കച്ചവടക്കാരിലൂടെയാണ്. കേരള തീരവുമായിട്ടുള്ള കച്ചവട ബന്ധം വളരെ പ്രാചീനവും പാശ്ചാത്യ രാജ്യക്കാർക്ക് ഒഴിവാക്കാനാവാത്തതുമാണ്. ഇവിടുത്തെ കുരുമുളക്, ചുക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനം, നല്ല തടി, കാരണം കപ്പലുണ്ടാക്കാനൊക്കെ തടി വേണം. കയറ്, ഈ പായ പിടിച്ച് കെട്ടാനുള്ള കയറ്, അത് ഇവിടുന്നാണ്. തേങ്ങയുടെ തൊണ്ട് ചരിച്ചാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വ്യാപാര ബന്ധത്തിൽ കൂടിയാണ് ജനങ്ങളുടെ വിശ്വാസവും വന്നത്. അവരുടെ വിശ്വാസം കൊണ്ടുവന്നു, അല്ല അവരുടെ ദേവനെയോ ദേവിയെയോ കൊണ്ടുവന്നു. ഇവിടുത്തെ ആൾക്കാർ, ഇവിടെ സ്ഥിരതാമസമായിരിക്കാം, കുറേ പേര് വന്നു പോകുന്നവരുണ്ടാവാം. ഇവിടുത്തെ ആൾക്കാരെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും, ഇവിടുത്തെ ആൾക്കാർ അവിടുത്തെ ആൾക്കാരെ കല്യാണം കഴിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഒരു മിക്സഡ് പോപ്പുലേഷൻ, ഒരു സമ്മിശ്ര പിന്നെ ജനസംഖ്യ ഉണ്ടായി. അതിലൂടെയാണ് ഈ ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ വളർന്നു വരുന്നത്. അപ്പം പിന്നെ നമ്മൾ മനുഷ്യർ ഭാവനാസമ്പന്നന്മാരാണ്. ഒരുപാട് കഥകൾ ഇങ്ങനെ മെനഞ്ഞുണ്ടാക്കും. ആ കഥ കേൾക്കാൻ നമുക്കിഷ്ടമാണ്, കഥ പറയാൻ നമുക്കിഷ്ടമാണ്. നമ്മൾ കുഞ്ഞുങ്ങളെപ്പോലും താരാട്ടുപാട്ടി ഉറക്കുന്ന പ്രായം കഴിഞ്ഞാൽ പിന്നെ അവരെ സമാധാനിപ്പിക്കുന്ന എന്ത് പറഞ്ഞാൽ? പാട്ടുപാടിയല്ല, കഥ പറഞ്ഞാണ്. കുഞ്ഞുങ്ങളാണെങ്കിലാണ്, ഈ മുലകുടിക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ താരാട്ട് പാടി ഉറക്കുന്നത്. അത് കഴിഞ്ഞൊരു ബാല്യാവസ്ഥയിലേക്ക് എത്തിയാണല്ലോ നമ്മൾ കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ കഥ പറച്ചിൽ മനുഷ്യന് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ആ കഥകളിലൂടെയാണ് ഈ ഭാവനാസമ്പന്നന്മാരായ ആൾക്കാർ വരുന്നത്. മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും ജന്തുക്കളും തമ്മിലുള്ള ബന്ധം, ഇതിനെല്ലാം നമ്മൾ ദൈവീകത്വം കൽപ്പിച്ച് അവരെ ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് മിക്കവാറും എല്ലാ ജീവജാലങ്ങളും ഈശ്വര ചൈതന്യമുള്ളതല്ലേ. എന്തിനാ മത്സ്യത്തിനെയും ആമയെയും വരാഹത്തെയും ഒക്കെ നമ്മൾ ദൈവമാക്കിയത്, പക്ഷികളെ ദൈവമാക്കിയത്, അല്ലെങ്കിൽ അവതാരമാക്കിയത്, പക്ഷികളെ ദേവൻ്റെ വാഹനമാക്കിയത്, മൃഗത്തെ ദേവൻ്റെ വാഹനമാക്കിയത്. ഇപ്പോൾ കാള ഭൂതഗണത്തിൽപ്പെട്ടാണ്, ശിവൻ്റെ 10 ഭൂതഗണം, ആ 10 ഭൂതഗണത്തിൽപ്പെട്ട ഒരാളാണ്
കാളയെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ജീവികളെയും ഇതുമായിട്ട് ഏകോപിപ്പിച്ചുകൊണ്ട് അത് മനുഷ്യൻ്റെ അപാരമായ ഭാവനയുടെ സൃഷ്ടിയാണ്. വാസ്തവത്തിൽ വയലാർ പാടിയതാണ് ശരി, മനുഷ്യരാണ് ദേവസങ്കല്പം ഉണ്ടാക്കിയത്. ആ ദേവസങ്കല്പത്തിന് ചിലപ്പോൾ പ്രപഞ്ചത്തിലെ ചില ശക്തികൾ അവരെ സ്വാധീനിച്ചിരിക്കാം. ഇപ്പോഴും അജ്ഞാതമായി തുടരുന്ന പ്രപഞ്ച ശക്തികളുണ്ട്. പണ്ട് ഭാരതീയ ദർശനത്തിൽ പഞ്ചഭൂതങ്ങളെന്ന് പറഞ്ഞിരുന്നു. 5 കാര്യങ്ങളാണ്: ഭൂമി, ആകാശം, വായു, വെള്ളം, വെളിച്ചം. 5 എണ്ണം. അതിൽ പിന്നീട് ആ ദർശനം വികസിച്ചോ പറഞ്ഞ 5 എണ്ണമില്ല, 4 ഉള്ളൂ, ചതുർഭൂതങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആകാശം എന്ന് വെച്ചാൽ എന്താ? അത് വായുമണ്ഡലമാണ്. വായുവിനെ പ്രത്യേകം പറയുന്നു. ഭൂമി ശരിയാണ്, നമുക്ക് ചവിട്ടി നീക്കാൻ ഒരു ഭൗതിക സത്താണ് ഭൂമി. ഭൂമിയിലാണ് വായു നിൽക്കുന്നത്, വായുമണ്ഡലം. ആകാശം എന്ന് പറഞ്ഞാൽ വായുമണ്ഡലമാണ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ദൂരം മാത്രമേ ആകാശത്തെക്കുറിച്ച് നമുക്ക് അറിയുള്ളൂ. അത് രാത്രി കാലങ്ങളിൽ മാത്രമേ തെളിഞ്ഞ അന്തരീക്ഷം ഉണ്ടെങ്കിൽ വിദൂരമായ നക്ഷത്രങ്ങളെയും വളരെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള സഞ്ചാര പദവുമൊക്കെ കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ 4 ഒന്ന് ചെറുകൂട്ടർ പറയുന്നത് പിന്നീടാണ്. ആദ്യം 5 എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് പ്രപഞ്ചമാണ്. ഈ സൂര്യൻ എന്ന പ്രതിഭാസം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഭൂമിയുടെ തണുത്തുറഞ്ഞു പോവില്ലേ? ഇപ്പോൾ ജീവജാലം ഉണ്ടായതുകൊണ്ട് ഈർപ്പവും ചൂടും ക്രമമായി വന്നതുകൊണ്ടാണ് ജീവൻ ഉണ്ടായത്. അത് വെള്ളത്തിലാവാം. നമ്മളൊരു വിത്ത് മുളപ്പിക്കുന്നത് എങ്ങനെയാണ്? ചൂടും ഈർപ്പവും തുല്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അനുപാതം ശരിയായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു വിത്ത് മുളയ്ക്കുകയുള്ളൂ. ഇപ്പം നെല്ല് ചെളിയിലാണ് വളരുന്നത്, വെള്ളത്തിലേ അത് വളരൂ. വെള്ളത്തിൽ വളരുന്ന ആ ചെളിയിൽ വളരുന്ന അല്ലെങ്കിൽ വെള്ളത്തിൽ വളരുന്ന ആ ചെടി വിത്തെങ്ങനെയാണ് നമ്മൾ മുളപ്പിക്കുന്നത്? അത് വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോവും. അത് ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ ഇട്ട് മുളപ്പിച്ച് ഞാറെടുത്താണ് നടുന്നത്. നെല്ല് കൊയ്യുന്നതിന് മുമ്പ് കൊഴിഞ്ഞോ അടിച്ചു പറിച്ചോ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് ചീഞ്ഞു പോവുകയുള്ളൂ, മുളയ്ക്കില്ല. അപ്പോൾ ഇതിനൊരു അനുപാതമുണ്ട്. ആ അനുപാതത്തെക്കുറിച്ച് പണ്ടറിയില്ല. പക്ഷേ അനുപാതത്തെക്കുറിച്ച് പിന്നീട് നിരന്തരമായ നിരീക്ഷണത്തിലൂടെ കണ്ട് പഠിച്ചാണ് മനുഷ്യൻ ഈ വിജ്ഞാനം മുഴുവൻ വികസിപ്പിച്ചത്. ആ വിജ്ഞാന വികസനം വന്നപ്പോൾ എങ്ങനെയാണ് ഈ സൂര്യൻ ഉദിക്കുന്നത് അസ്തമിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. എങ്ങനെയാണ് ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നത്? ഇപ്പോൾ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഇപ്പോൾ ചൂടാണ്, കഠിനമായ ചൂടാണ്. ഈ ചൂട് എപ്പോഴാണ് തുടങ്ങുന്നത്? മകരം തൊട്ട് തുടങ്ങും. മകരത്തിലെ മഞ്ഞ് കഴിഞ്ഞ് കുംഭം വരുന്നു. കുംഭം, മീനം, മേടമാണ് ഉച്ചസ്ഥായി. വിഷു കഴിയുമ്പോൾ ചൂടിൻ്റെ കാഠിന്യം കുറയുന്നു. അത് കഴിഞ്ഞാൽ ഇടവപ്പാതിയിലേക്ക് പോകുന്നു. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ 2 തവണയാണ് മഴ കിട്ടുന്നത്. ഒന്ന് ഇടവപ്പാതിയും മറ്റത് തുലാവർഷവും. ഈ രണ്ടും മേടവും ചൂട് കൂടുതലാണ്, തുലാത്തിലും ചൂട് കൂടുതലാണ്. കാരണം അപ്പോൾ മഴ കിട്ടുമെങ്കിലും പകൽ ചൂട് കൂടുതലാണ്. ഈ 2 സന്ദർഭം അനുസരിച്ചാണ് നമ്മൾ നെൽകൃഷി ഉണ്ടാക്കിയിട്ടുള്ളത്. ആ നെൽകൃഷി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഓണം ഉണ്ടായത്. ഇടവത്തിൽ നമ്മൾ നടന്ന ഞാറ് കഴിഞ്ഞ ചിങ്ങത്തിൽ കൊയ്ത് ആദ്യത്തെ പുത്തരി കൊയ്ത്തുത്സവമാണ്. അതേസമയം പിന്നെ വിഷു എന്ന് പറയുന്നത് എന്താണ്? അത് വിത്തുത്സവമാണ്. വിളവ് ഇറക്കുന്നതിൻ്റെ, മറ്റേ വിത്തിടുന്നതിൻ്റെ. ഇതനുസരിച്ച് നമ്മൾ കേരളത്തിൻ്റെ കാലാവസ്ഥ അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയത്. തമിഴ്നാട്ടിൽ ഇങ്ങനെയല്ല. അവർക്ക് വർഷത്തിലൊരിക്കലേ മഴയുള്ളൂ. അവിടെ മാട്ടുപൊങ്കൽ കഴിഞ്ഞാലേ പിന്നെ തുലാവർഷമേ അവിടെ ഉള്ളൂ. ഇടവപ്പാതിയില്ല. ഇടവപ്പാതി നമുക്കുണ്ടാകാരണം ഈ കാലവർഷക്കാറ്റാണ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്ന തെക്ക് പടിഞ്ഞാറൻ കാലവർഷക്കാറ്റ്. അത് അറബിക്കടലിൽ നിന്ന് വരുന്നതാണ്. അതൊരു ആൻഡ്രൂ ഫ്രൈസർ എന്ന് പറയുന്നൊരു ശാസ്ത്രജ്ഞൻ പറഞ്ഞത് കേരളത്തിലേക്ക് വടക്ക് പടിഞ്ഞാറൻ കാറ്റ് കയറുന്ന വിഴിഞ്ഞം വഴി, കോവളം വിഴിഞ്ഞം വഴി ഭാഗത്താണെന്ന്. ഇങ്ങനെ വന്നിട്ട് വടക്കോട്ട് പോകുന്നു. വടക്കോട്ട് പോകുമ്പോൾ കിഴക്കോട്ട് പോകാൻ പറ്റില്ല, കാരണം സഖ്യപർവ്വം തടഞ്ഞു നിർത്തും. അവിടെ തുടങ്ങുന്ന സൗത്ത് ഈസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറയുന്ന നമ്മുടെ തുലാവർഷം, അത് തമിഴ്നാട്ടിലാണ് കൂടുതൽ കിട്ടുന്നത്. അവിടെ നിന്ന് കാറ്റടിച്ച് കുറച്ച് ഭാഗം മഴയ്ക്ക് കിട്ടുള്ളൂ. സഖ്യപർവ്വതത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങോട്ട് വരുന്നത് മാത്രമേ നമുക്കിവിടെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഈ വ്യത്യാസം വരുന്നത് കാലാവസ്ഥ അനുസരിച്ചാണ്. കേരളത്തിൽ മാത്രമാണ് ഈ കാലാവസ്ഥ ഇങ്ങനെ കൃത്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇതിനനുസരിച്ചുള്ള കാലാവസ്ഥയും ഇതിനനുസരിച്ചുള്ള ദേവന്മാരാണ് നമ്മൾ ഉണ്ടാക്കിയത്. നമ്മൾ നോക്കും, നമ്മുടെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളെല്ലാം വരുന്നത് എപ്പോഴാണ്? ധനു തൊട്ടാണ്. മലയാള വർഷം പറഞ്ഞാൽ ധനു തൊട്ട് തുടങ്ങും, അത് മേടത്തിൽ അവസാനിക്കും. ഇടവും മിഥുനം മാസങ്ങളിലൊന്നും ഉത്സവമില്ല. കർക്കിടകത്തിൽ നമ്മൾ ഉത്സവം പിന്നെ പഞ്ഞമായതുകൊണ്ടെന്ന്. ഈ കർക്കിടകത്തിൽ രാമായണ മാസം വന്നപ്പോഴാണ്. അത് രാമായണം കേരളത്തിൽ വന്നതിന് ശേഷമേ രാമായണ മാസമുള്ളൂ. രാമായണം കേരളത്തിൽ വരുന്നപ്പോഴാണ്. അത് എഴുത്തച്ഛനും അതിന് തൊട്ട് മുമ്പ് മറ്റേവരൊക്കെ വരുമ്പോഴായിരിക്കും മലയാള രാമായണമൊക്കെ വരുന്നത്. അപ്പോഴും രാമായണം പാടില്ല. രാമായണത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ ഈ കർക്കിടക മാസം പഞ്ഞമാണ്. അതായത് മകരത്തിൽ കൊയ്യുന്ന നെല്ല് അപ്പോഴേക്കും തീരും. പിന്നെ സീസണൽ ഫുഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ചക്ക, മാങ്ങ, കിഴങ്ങുവർഗ്ഗങ്ങളും തീരും. കൊടിയ മഴ. കേരളത്തിൽ പ്രളയം ഉണ്ടായിട്ടുള്ളത് എപ്പോഴും ഈ കർക്കിടകത്തിലാണ്.
മിഥുനം കർക്കിടകത്തിലാണ്. അപ്പോൾ അവിടെ പട്ടിണിയാണ്. പട്ടിണി സമയത്ത് ഈ മഴയത്ത് വെളിയിറങ്ങാക്കാതെ രാമരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള മട്ടിലാണ് ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടും മറ്റ് ചിന്തകൾ ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യനെ പ്രേരിപ്പിച്ചതാണ്. അപ്പോൾ ഈശ്വര വിശ്വാസം ഈ തരത്തിൽ വന്നതാണ്. ഇതിൽ ഭാവനാസമ്പന്നമായ നമ്മുടെ പൂർവികർ അവർ കവികളാവാം, തത്വചിന്തകന്മാരാവാം. അവർ പ്രപഞ്ചത്തിൻ്റെ ഈ പ്രതിഭാസത്തെയും മനുഷ്യ ജീവിതത്തിൻ്റെ പ്രതിഭാസയും കൂടി ബന്ധിപ്പിച്ചാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. നമ്മൾ പഴയ കാലത്ത് ചൊല്ലുണ്ടല്ലോ, അമ്മമാർ പറയും 10 മാസം ചുമന്നു പെറ്റു എന്ന്. വാസ്തവത്തിൽ 10 മാസം വേണ്ടല്ലോ. ഇപ്പോഴത്തെ കലണ്ടർ അനുസരിച്ചാണെങ്കിൽ 10 മാസം വേണ്ട. കാരണം 9 മാസം ആകുമ്പോഴേക്കും പ്രസവം നടക്കും. അതിൻ്റെ രീതി എന്താ? അതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ആർത്തവ ചക്ര 28 ദിവസമാണ്. 28 ഗുണം 10 280 പ്രസവം നടന്നിരിക്കും. അങ്ങോട്ട് 5-8 ദിവസങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊന്ന്. 2, പ്രകൃതിയുടെ ഒരു കണക്കുണ്ട്. ചന്ദ്രൻ്റെ കാര്യത്തിൽ ചന്ദ്രൻ്റെ ഈ കറുത്തവാവും വെളുത്തവാവും കൂടി എത്ര ദിവസമാണ്? 28 ദിവസമാണ്. 14 ദിവസം വീതം. അതായത് പ്രഥമ, ദ്വിതീയ, തൃതീയ എന്ന് പറഞ്ഞ് ചതുർത്ഥി വരെ എത്തുമ്പോൾ 14 ആവും. 15 തൊട്ട് വീണ്ടും പ്രഥമ എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ വെളുത്ത വാവ് പിന്നെ കറുത്ത വാവ്. വെളുത്ത വാവും കറുത്ത വാവിനിടയ്ക്ക് 28 ദിവസം. അത് ചന്ദ്രൻ്റെ ഒരു വർക്കം, ഭൂമിയെ വളയം വയ്ക്കുന്നതിൻ്റെ ഒരു ദിവസമാണ്. അങ്ങനത്തെ 10 മാസവും ആവാം. ചാന്ദ്ര പഞ്ചാംഗവും പ്രകൃതിയിൽ മനുഷ്യൻ്റെ ഈ ഋതുഭേദങ്ങളും തമ്മിൽ, അല്ലെങ്കിൽ ബയോളജിക്കലായിട്ടുള്ള കലണ്ടറും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അത് ആറ്റുകാലമ്മയായിരുന്നാലും നമ്മുടെ അവതാര കഥയിൽപ്പെട്ട ഇവരൊക്കെ ആയിരുന്നാലും നമ്മുടെ ഈ പറഞ്ഞ അമ്മൻ ദേവന്മാർ അങ്ങനെയുള്ളവരായിരുന്നാലും മനുഷ്യ സൃഷ്ടിയാണ്. അവരെ അതിലേക്ക് പ്രേരിപ്പിച്ച് പ്രപഞ്ചശക്തികളാണ്. ആ പ്രപഞ്ചശക്തിയെ, ദൈവത്തെ, ആ ചൈതന്യത്തെയാണ് നമ്മൾ ദേവൻ എന്ന പേരിൽ ആരാധിക്കുന്നത്. അത് ചിലപ്പോൾ ദേവിയാവാം, ചിലപ്പോൾ ദേവനാവാം. അത് ക്രിസ്തുദേവനായാലും പ്രവാചകൻ്റെ കാര്യം, അല്ലെങ്കിൽ നമ്മുടെ അള്ളായായിരുന്നാലും പ്രപഞ്ചശക്തി തന്നെയാണ്. ഓരോ കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും വ്യത്യാസത്തിനനുസരിച്ച് പേരുമാറി എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ യുദ്ധം നടക്കുന്ന ഇറാൻ പഴയ പേർഷ്യയാണ്. അവിടെ ഇന്ദ്രന് സമാനമായൊരു ദേവനുണ്ടായിരുന്നു, അഹുറ മസ്ത എന്ന് പറഞ്ഞിട്ട്. അവരുടെ കൃതിയാണ് ഈ അവസ്ഥ എന്ന് പറയുന്ന കൃതി. അപ്പോൾ പേർഷ്യനും സംസ്കൃതവും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ ആര്യന്മാരുടെ കൂടെ വന്നു എന്ന് പറഞ്ഞ് ആര്യന്മാർ ഇവിടുന്ന് പോയി. എന്തായാലും ഇന്ദ്രൻ എന്ന് പറയുന്ന, രുദ്രൻ എന്ന് പറഞ്ഞ വേദത്തിൽ ഋഗ്വേദത്തിൽ ദൈവമുണ്ട്, രുദ്രൻ. ഇന്ദ്രൻ എന്ന് നമ്മൾ പിന്നെ പറയും. ഇതൊക്കെ പഴയ മനുഷ്യൻ സഞ്ചരിച്ചു പോയോ. കാരണം മനുഷ്യൻ പ്രപഞ്ചം മുഴുവൻ സഞ്ചരിച്ചു എന്നാണ് പറയണത്. ഇപ്പം നമുക്കറിയാവുന്ന ഭൂഖണ്ഡങ്ങളെല്ലാം മനുഷ്യ വിന്യാസം ഉണ്ടായി. ആ മനുഷ്യ വിന്യാസത്തിൻ്റെ കൂടെ ഓരോ പ്രദേശത്ത് നിന്നും എത്തിയ വിജ്ഞാനത്തെ കൂടി നമ്മൾ കൊണ്ടുപോയി. നമുക്കറിയാമല്ലോ, ഇപ്പം നമ്മളെ കേരളത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുടിയേറി താമസിക്കുന്നവരുണ്ട്. ഇപ്പോൾ തിരുവിതാംകൂർ പ്രദേശത്ത് നിന്ന് മലബാറിൻ്റെ കിഴക്കൻ മേഖലയിലേക്ക് ആൾ കുടിയേറിയിട്ടുണ്ട്. വയനാട്ടിലേക്ക് ആൾക്കാർ കുടിയേറിയിട്ടുണ്ട്. ഇപ്പോൾ ചൂരൽമല, ഇടിച്ചിൽ പണിയെടുക്കുന്നത് കുടിയേറ്റക്കാരുള്ള സ്ഥലമാണ്. ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടുപേര് ഏതായിരിക്കും? നാട്ടിലേതാണോ വീട്ടുപേര് അത് തന്നെ അവിടെയും കൊണ്ടൊരു ഓർമ്മയായിട്ടിടും, ഒരു സ്മാരകമായിട്ടിടും, പൈതൃകമായിട്ടിടും. അങ്ങനെ ദേവനെ കൊണ്ടുവരും. അപ്പോൾ അത്തരത്തിലൊരു പൈതൃകമായിട്ട് വന്നതാവണം ആറ്റുകാൽ പൊങ്കാല. എൻ്റെ ഓർമ്മയിൽ ഒരു 1980കളുടെ പകുതി വരെ വെറും പ്രാദേശികമായി വലിയ പ്രാധാന്യമില്ല, സ്ത്രീകൾ മാത്രം വന്ന് പൊങ്കാല ഇട്ടിരുന്നൊരു സ്ഥലമാണ്. ഞാനിവിടെ വിദ്യാർത്ഥിയായിട്ടുള്ളപ്പോഴും ഒരു അവധിയില്ല, പ്രാദേശിക അവധിയില്ല, നഗരത്തിൽ പോലും അവധിയില്ല. ബസ്സിലെ ഈ സഹോദരിമാരല്ലെങ്കിൽ അമ്മമാർ ചട്ടിയും കൊതുമ്പും ചൂട്ടും അരിയായിട്ട് വരുന്നു, അവിടെ പൊങ്കാല ഇടുന്നു. വൈകുന്നേരത്തെ ഇതേ ബസ്സിൽ കയറി തന്നെ 1980 കാലഘട്ടത്തിലാണ്. 80 കാലഘട്ടത്തിലാണ് പറഞ്ഞത്. 80 ഞാൻ വിദ്യാർത്ഥിയായിരുന്നു. 70കളിലാണ്. 70കളിൽ അവസാനമായപ്പോൾ ഞാൻ ജോലി കിട്ടി. തിരുവനന്തപുരത്ത് അധ്യാപകനായിട്ട് താമസമായി. അപ്പോൾ അവിടുത്തെ ഇവിടെ ഞാനീ പറഞ്ഞ ക്ഷേത്രങ്ങളെല്ലാം എനിക്ക് നേരിട്ട് അറിയുന്നവയാണ്. അവിടുത്തെ വിശ്വാസങ്ങൾ എങ്ങനെ വന്നായി, അവിടുത്തെ ആചാരങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യം ഞാൻ പഠിക്കുന്ന ഒരാൾ. കാരണം മനുഷ്യ സമൂഹമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അവരെ വിശ്വാസം, അവരെ ജീവിതശൈലി, ആചാരങ്ങൾ എങ്ങനെ ഉണ്ടായി മുതലായ കാര്യങ്ങൾ ഒരു സാമൂഹ്യശാസ്ത്ര വിദ്യാർത്ഥി അറിഞ്ഞിരിക്കണം. അങ്ങനെയാണ് ഞാനിത് പഠിക്കുന്നത്. അങ്ങനെ പഠിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നത്. പിന്നീട് ഇതിനൊരു വാണിജ്യ, അങ്ങനെ പറയുന്നത് പലർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു വാണിജ്യ സ്വഭാവം വന്നു ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പൊങ്കാലയ്ക്ക്. അതിനൊരു വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് ഐങ്കുടി കമ്മാളുടെ എന്ന് പറയുന്ന ഈ കൈവേലക്കാരുടെയും അവരുടെ ദേവികളെല്ലാം വന്നേ എങ്ങനെയാണ്? ഈ ത്രൈവർണികൻ എന്ന് പറയുന്ന 3 കൂട്ടർ ഉത്തരേന്ത്യയിലെ ഈ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ഇവരാണ് ത്രൈവർണികർ. അവർക്കാണ് ത്രിമൂർത്തി ദേവതകൾ. അതായത് വിഷ്ണു, ശിവൻ, ഒരു ദേവി, ശക്തി. ആ ശക്തി ചിലപ്പോൾ ലക്ഷ്മിയാവും. അത് വിഷ്ണുവായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നതെങ്കിൽ ലക്ഷ്മി ഐശ്വര്യം, സരസ്വതി വാഗ്ദേവത വിദ്യാഭ്യാസത്തിൻ്റെ. ഇപ്പുറത്ത് ശക്തിയാണെങ്കിൽ ശക്തി, ശിവൻ്റെ കൂടെ ശക്തി
പാർവതി. അതിന് പല പേരുകൾ നമ്മൾ പ്രാദേശികമായി. ഇതാണ് ത്രൈവർണികരുടെ ത്രിമൂർത്തി ദേവതകൾ. ഇതിന് പുറത്താണ് ഏറ്റവും കൂടുതൽ ദേവന്മാരുള്ളത്. ഇവരിതൊക്കെ ബന്ധിപ്പിച്ചതാണ്. മനുഷ്യജീവിതം പുരോഗമിച്ചനുസരിച്ചാണ്. ഇപ്പോൾ തെന്നിന്ത്യയിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും കലയുള്ള സ്ഥലമാണ് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നയാൾ ദേവനാണ്. വേറൊരു സ്ഥലത്ത് മുരുകൻ എന്നായിരിക്കും പറയുന്നത്, ഇനിയൊരു സ്ഥലത്ത് കുമാരൻ എന്നായിരിക്കും പറയുന്നത്. പേരെന്തായിരുന്നാലും അയാൾ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അതാണ് അയ്യപ്പൻ്റെ വിഗ്രഹമായിട്ട്, അല്ല അയ്യപ്പൻ്റെ രൂപമായിട്ട് അങ്ങോട്ട് മാറുന്നത്. അപ്പോൾ ഈ ഞാനീ പറഞ്ഞ ഐങ്കുടി കമ്മാളരെന്ന് പറയുന്ന കൂട്ടരുടെ ഒരു ആരാധനാമൂർത്തി ദേവിയായിരിക്കണം ഇവിടെ തുടക്കം. പക്ഷെ ചരിത്രം പറയുന്നതും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതും ഈ കണ്ണകി പിന്നെ ഈ കരമനാറ്റിൻ്റെ അവിടെ വരികയും അവിടെ ഒരു പിന്നെ സന്ധ്യാനാമം ചോദിച്ചു വയോധികനുടെ അക്കരെ കൊണ്ടാക്കാൻ പറയുന്നു. അത്തരത്തിൽ പിന്നെ സ്വപ്നത്തിൽ ഇന്ന സ്ഥലത്തിൽ എനിക്കൊരു പ്രതിഷ്ഠ ആവശ്യമാണെന്നും പറയുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ഈ കമ്മാളന്മാരുടെ എന്നുള്ള തലത്തിലോട്ട് നമുക്ക് ചിന്തിക്കാൻ എങ്ങനെയാണ് അതിനുള്ള ഒരു ചരിത്ര. അതിനാണ് ഞാൻ തിരുവനന്തപുരത്തിൻ്റെ ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞ ഭൂപരിസരം പഠിക്കണമെന്ന് പറഞ്ഞത്. ഈ സെറ്റിൽമെൻറ്റ് പാറ്റേൺ നോക്കണം ജനങ്ങളുടെ. ഈ കോവിലിരിക്കുന്ന സ്ഥലം വയലായിരുന്നു. അതിൻ്റെ കുറച്ചുകൂടി പടിഞ്ഞാറോട്ട് കയറിയാൽ മാത്രമേ പൊക്കമുള്ള കരയാവുന്നുള്ളൂ. ആ കരയുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ കമലേശ്വരം പിന്നെ മണക്കാട് ഭാഗമൊക്കെ വരുന്നത്. അതുവഴി വന്ന കച്ചവടക്കാരാണ്. അവരാണ് ഞാനീ പറഞ്ഞ കോട്ടയ്ക്ക് തെക്ക് ഭാഗത്തുള്ള സ്ഥലത്ത് അവർ താമസിക്കുന്നു. ഐങ്കുടി കമ്മാളിൽ നിങ്ങൾ കരമന ഭാഗം നോക്കൂ. പുഴയുടെ ഇപ്പുറം, കരമനയാറിൻ്റെ ഇപ്പുറം, ഈ കരമന ആണ്ടിയിറക്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ നേരെ തെക്കോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കരിമം ഭാഗത്തേക്ക് പോകും. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചതുപ്പല്ലേ. അപ്പോൾ ചതുപ്പ് ആ ഭാഗത്താണ് ഇവർ താമസിക്കുന്നത്. ഐങ്കുടി കമ്മാളെന്ന് പറയുന്ന ഈ കൂട്ടർ താമസിച്ചിരുന്നത്. അവർ കെട്ടിടം പണിയുന്നതിന് വേണ്ടി, കോട്ട പണിയുന്നതിന് വേണ്ടി, കുമ്മായ കൂട്ടുണ്ടാക്കുന്നതിന് വേണ്ടി ഒക്കെയാണ്. ഈ കുടശർക്കര എന്നൊക്കെ പറഞ്ഞ സ്ഥാനം ഉറപ്പിക്കുന്നത് വേണമല്ലോ. ഈ ക്ഷേത്രം പണിതിരിക്കുന്ന മുഴുവൻ കല്ലാണല്ലോ. ഈ കല്ല് എവിടുന്ന് കൊണ്ടുവന്നാലും ഇത് കീറിയെടുക്കാനുള്ള ഉളി ഉണ്ടാക്കണ്ടേ. അപ്പോൾ കൊല്ലൻ വേണ്ടേ. അങ്ങനെ പലതരത്തിലുള്ള ജോലിക്കാരാവശ്യമാണ്. അവർക്കൊരു സ്ഥലത്ത് താമസിക്കാൻ കൊടുത്തു, അവരവരുടെ ദേവനെ സ്ഥാപിച്ചു. പക്ഷെ അത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതൊരു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഒരു സംവിധാനത്തിലൂടെയാണല്ലോ ഈ ശരിക്കും ആറ്റുകാരൻ. എനിക്ക് തോന്നുന്നു അവർ ഈ ഐങ്കുടി കമ്മാളെന്ന് പറയുന്ന കൂട്ടർ പിന്നീട് ദുർബലമാവുകയും ചെതറിപ്പോവുകയും ചെയ്യും. സാങ്കേതിക വിദ്യ വികസിച്ചപ്പോൾ ഈ പണികളെല്ലാം യന്ത്രം ചെയ്യാൻ തുടങ്ങി. വെളിയിൽ നിന്ന് വരാം സാധനങ്ങൾ. കല്ല് പൊളക്കാൻ മറ്റേ യന്ത്രം വന്നു, അല്ലെങ്കിൽ മറ്റേ പാത്രങ്ങളൊക്കെ വേറെ വെളിയിൽ നിന്ന് കൊണ്ടാക്കാൻ പറ്റും. അങ്ങനെ വന്നപ്പോൾ ഇവരുടെ ട്രഡീഷണൽ ആർട്ടിസാൻ ക്ലാസ് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ടാവാം, തകർന്നിട്ടുണ്ടാവാം. അപ്പോൾ ആ പ്രദേശത്ത് വേറെ നോക്കണേ നെല്ലാണ്, നെൽകൃഷിയാണ്. നെല്ല് പാടത്തിൻ്റെ ഉടമസ്ഥൻ ആരായിരുന്നു? ഐങ്കുടി കമ്മാളനല്ല. അത് ക്ഷേത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഒന്നുകിൽ ദേവസ്വം, അല്ലെങ്കിൽ ബ്രഹ്മസ്വം, അല്ലെങ്കിൽ പണ്ടാരവക എന്ന സർക്കാരിൻ്റെ നെൽപ്പാടങ്ങളെല്ലാം ഈ കേരളത്തിൻ്റെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നെൽപ്പാടങ്ങളും അത് നിലവും പുരയിടവും. പുരയിടം എന്ന് വെച്ചാൽ കരകൃഷിയാണ്. കരകൃഷി പ്രധാനമായിട്ട് എന്താണ്? നാളികേരം, വാഴ, അങ്ങനെയുള്ള കാരണങ്ങൾ ജീവിതത്തിന് ആവശ്യമുള്ളത്. നെൽകൃഷിയാണ് പ്രധാനം. അതുകൊണ്ടാണ് അളവുകോലായിട്ട് നെല്ല് വെച്ചത്. ഇത്ര 10,000 പറ നിലം, 100 പറ നിലം എന്നൊക്കെ പറയുന്നത് ഈ അളവുകോലാണ്. നമ്മൾ ഇത്ര കിലോ, ഇത്ര ക്വിൻ്റൽ എന്നൊക്കെ പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ പിന്നീട് കൃഷി പ്രധാനമായപ്പോൾ കൃഷിയുടെ വയലിൻ്റെ ഉടമസ്ഥന്മാരായി നായന്മാരായി. ഈഴവർക്ക് ഭൂമിയിൽ അവകാശമില്ല, അതൊക്കെ പിന്നീട് ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ നായന്മാർ വന്നപ്പോൾ അവർക്ക് ഈ ദേവിയെ അവർ മാറ്റിയെടുത്തിട്ടുണ്ടാവാം. അവരായിരിക്കണം ഈ കണ്ണകി കഥ ഉണ്ടാക്കിയത്. സിമിലർ കഥ, അതായത് കൊടുങ്ങല്ലൂർ അമ്മയുടെ സെയിം കഥ ഇവിടെ ഉണ്ടാക്കി. കൊടുങ്ങല്ലൂരിൽ താഴ്ന്ന സ്ഥലമാണ്. പെരിയാറിൻ്റെ 2 സൈഡിലും നല്ല നെൽപ്പാടങ്ങളാണ്. ആ നെൽപ്പാടങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം. അതിന് കൊടുങ്ങല്ലൂർ വേറൊരു കഥയും കൂടെ ഉണ്ട്. ഈ കേരളത്തിലേക്ക് ബുദ്ധമതവും ജൈനമതവും വന്നു. അത് വളരെ പോപ്പുലറായിരുന്നു. കേരളം വളരെ ജനകീയമായിരുന്നു. വാസ്തവത്തിൽ കേരളത്തിലെ ആരോഗ്യശാസ്ത്രം, നമ്മൾ ഇന്ന് പറയുന്ന പഞ്ചാംഗം, ഞാനീ പറഞ്ഞ ഇടോപാധി അങ്ങനെയുള്ള പഞ്ചാംഗം, ആരോഗ്യശാസ്ത്രം, തച്ചുശാസ്ത്രം മുതലായ വിദ്യകളെല്ലാം വന്നത് ബുദ്ധിസ്റ്റുകളിലൂടെയാണ്. കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് ഈ ബുദ്ധ പാരമ്പര്യമുള്ള ക്ഷേത്രങ്ങൾ, ഇപ്പോൾ കരുവാടിക്കുട്ടൻ അവിടെ ഒരു സ്ഥലമുണ്ട്, ഇപ്പോൾ ആരും അവഗണിക്കാറുണ്ട്. പക്ഷേ ആ ക്ഷേത്രങ്ങളെ പിന്നെ പലതും മാറ്റിയെടുത്തിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ബുദ്ധക്ഷേത്രമായിരുന്നു എന്നാണ് പറയുന്നത്. ബുദ്ധക്ഷേത്രം അല്ലെങ്കിൽ ബുദ്ധവിഹാരം. ബുദ്ധവിഹാരത്തിൽ ആരാണ്? മഹാസാത്വികന്മാരായ സന്യാസിമാരാണ്. അവർ ബോധിസത്വന്മാരാണ്. ബുദ്ധൻ്റെ അവതാരം എന്നൊക്കെ പറഞ്ഞാൽ അവർ അഷ്ടാംഗമാർഗമാണ് ഉപദേശിച്ചത്. എന്താണ് ഈ അഷ്ടാംഗമാർഗം? നിത്യജീവിതത്തിന് അനിവാര്യമായ കാര്യങ്ങളാണ് ശീലിക്കേണ്ടത്. നിത്യജീവിതത്തിന് അനിവാര്യമായ കാര്യങ്ങൾ ഏത് വേണമെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ നോക്കിയാൽ മതി. ഗുരുവിൻ്റെ സമാധിക്ക് തൊട്ട് 5-6 മാസം മുമ്പാണ് ഈ ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ചൊരു ചർച്ച വരുന്നത്. അദ്ദേഹം കോട്ടയത്തെത്തി അവിടെ വിശ്രമിക്കുമ്പോൾ അവിടുത്തെ SNDP യോഗത്തിൻ്റെ ആൾക്കാർ
ഒരു കിട്ടൻ റൈറ്റർ തുടങ്ങിയ ആൾക്കാരൊക്കെ അത് ഗുരുവിനെ പോയി കണ്ടിട്ടാണ് ഈ ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ചുള്ള ചർച്ച വരുന്നത്. അപ്പം ഗുരു ചോദിച്ചു, നിങ്ങൾ എന്തിനാ പോണേ, എങ്ങനെയാ പോകണമെന്നൊക്കെ ചോദിച്ചു. എങ്ങനെയാ പോണത്, എന്തിനാ പോകണമെന്നല്ല, എങ്ങനെയാ പോണത്. അപ്പോൾ അത് വ്രതമെടുത്ത് പോകണം. എന്തായിരിക്കണം വേഷം, അത് മഞ്ഞയായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇത് പിന്നെ എങ്ങനെ പോകണം, ഇപ്പം നിങ്ങൾ വ്രതമെടുക്കണമോ, അപ്പോൾ പറഞ്ഞു പഞ്ചശുദ്ധി വേണം, ശരീരശുദ്ധി വേണം, ആഹാരശുദ്ധി വേണം, മനഃശുദ്ധി വേണം, വാക്ശുദ്ധി വേണം, കർമ്മശുദ്ധി വേണം. ഇത് അഞ്ചും ഇല്ലെങ്കിൽ അടി കൊള്ളൂല്ലേ. ഇപ്പോൾ വാക്ശുദ്ധി ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ദിവസവും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അടി കൊണ്ടുകൊണ്ടിരിക്കുന്നത്. കർമ്മശുദ്ധി ഇല്ലെങ്കിൽ പിന്നെ അവനെ സത്യവാനോ, എന്താ മോഷണം കർമ്മമോ, മോഷണം കർമ്മമാണല്ലോ, കൊലപാതകം കർമ്മമാണല്ലോ. അപ്പോൾ കർമ്മശുദ്ധി ഉള്ളവൻ അത് ചെയ്യുമോ, ചെയ്യില്ല. ഇത് ഗുരു നിർദ്ദേശിച്ചു. എന്തിനാ പോണേ, എങ്ങനെയാ പോണത്, എന്താണ് ലക്ഷ്യം, തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യം എന്താ, അത് 8 കാര്യങ്ങൾ പറയുന്നു. 8 കാര്യങ്ങളിൽ ഒന്ന് മാത്രമേ ഉള്ളൂ ഈശ്വര ചിന്ത, ബാക്കി 7 കാര്യങ്ങളും ലൗകിക ജീവിതമാണ്. നോക്കൂ, വിദ്യാഭ്യാസം, പിന്നെ ശുചിത്വം, ആരോഗ്യം, സംഘടന, ഗുരു പറഞ്ഞാണ് സംഘടന, പിന്നെ കൃഷി, കച്ചവടം, കൈവേല, സാങ്കേതിക വിദ്യ. ഇത് ഗുരു പറഞ്ഞതാണ്. 928 ജനുവരി മാസത്തിൽ ഗുരു പറയുന്ന കാര്യമാണിത്. അപ്പം ഗുരു ഇത് പറഞ്ഞെന്തിനാ, ബുദ്ധൻ്റെ അഷ്ടാംഗമാർഗമാണ്. ഗുരു പറയുന്നുണ്ട് ബുദ്ധനും അഷ്ടാംഗമാർഗമാണല്ലോ ഉപദേശിച്ചത്. ഇതിൽ ഒരു ഭാഗം മാത്രമാണ് ഇത് വരുന്നത്, ഈശ്വര ചിന്ത വരുന്നത്. ബാക്കി 7 കാര്യങ്ങളും ഏതാണ്, ലൗകിക ജീവിതത്തിന് ആവശ്യമായ. ലൗകിക ജീവിതം ശുദ്ധമായാൽ ഈശ്വരൻ താനേ വരും. ലൗകിക ജീവിതം ശുദ്ധമായിരിക്കുമെങ്കിൽ ആരുണ്ട് അവിടെ, ഈശ്വരനുണ്ട്, ചൈതന്യമുണ്ട്. അത് നിങ്ങൾ സംഘടനയായാലും ഈശ്വരൻ വേണം അവിടെ, നേരസ്ഥനായിരിക്കണം, ധാർമ്മികത വേണം. ഇതാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ധാർമ്മികതയുടെ അംശം പറഞ്ഞു കടന്നയാളാണ് ബുദ്ധന്മാർ. ആ ബുദ്ധൻ്റെ സ്വാധീനം ചിലപ്പോൾ പിന്നീട് കുടിയേറി വന്ന മറ്റാൾക്കാർക്ക് പ്രയാസമുണ്ടാക്കിയിരിക്കാം. അതുകൊണ്ടാണ് ഇപ്പോഴും അവിടെ തെറിപ്പാട്ട് പാടുന്നത്. ഇവരെ അടിച്ചാൽ ഇവർ പോവില്ല, സമാധാനമായിട്ട് കിടക്കും. അടി അവർ ഏറ്റുകൊണ്ട് കിടക്കും. സഹിഷ്ണുതയുള്ളവരാണ്. സഹിക്കാനാവാത്ത പച്ചത്തെറി വിളിച്ചു. ഇപ്പോഴും നോക്കൂ, ഇപ്പോൾ വീഡിയോയിൽ കാണാറുണ്ട്, ഈ പെൺകുട്ടികളാണ് വിളിക്കുന്നത്, പച്ചത്തെറിയാണ് പാടുന്നത്. ഒരു സംസ്കൃത സമൂഹം, അല്ലെങ്കിൽ സംസ്കാര സമ്പന്നമായൊരു സമൂഹം പ്രയോഗിക്കാൻ പാടില്ലാത്ത പദങ്ങളാണ് പാട്ടുകളിലൂടെ ഇവിടെ നടക്കുന്നത്. സാർ, ഒരു കാര്യം എന്നുള്ളത്, കേരളത്തിലെ, അങ്ങനെയാണ് സാർ പറഞ്ഞതനുസരിച്ച് എൻ്റെ ഒരു ചോദ്യമാണ്, കേരളത്തിലെ മിക്കവാറും അമ്പലങ്ങൾ ഈ പറഞ്ഞ വിശ്വകർമ്മ സംവിധാനത്തിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ നിർമ്മാണം മുഴുവൻ വിശ്വകർമ്മരാണ്. അവരില്ലെങ്കിൽ വിഗ്രഹം ഉണ്ടാവില്ല. എങ്ങനെയാണ് ഒരു കല്ലിനെ ദേവനോ ദേവിയാക്കി മാറ്റുന്നത്? ഒരു കാട്ടിലോ നടുക്കോ ഇരിക്കുന്നൊരു പാറ, ആ പാറയെ മനോഹരമായ ഒരു രൂപമാക്കി മാറ്റുന്നത് ആരാണ്? കല്ലിൽ പണിയുന്നവരാണ്. അയാളുടെ മനസ്സിൽ തെളിഞ്ഞ ഒരു രൂപമാണ് ഇത് ശില്പമായി മാറുന്നത്. ആ ശില്പത്തെയാണ് ഒരു പൂജാരി ദേവനോ ദേവിയോ ആക്കി മാറ്റുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ കണ്ണകിയുടെ ചിത്രം, അല്ലെങ്കിൽ മറ്റൊരു ദേവിയുടെ ചിത്രം, അല്ലെങ്കിൽ ഇവിടെ അനന്തശയനം കൊള്ളുന്ന ശ്രീ പത്മനാഭൻ, ഇതൊക്കെ ആരുണ്ടാക്കിയതാ? വിശ്വകർമ്മജനല്ലേ ഉണ്ടാക്കിയത്. ഈ കെട്ടിടം പണിതോയത്തെ ഇപ്പം ഇത്രയും മനോഹരമായ അത്ഭുതം ഉളവാക്കുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം പണിതതാരാ? അത് വിഗ്രഹം പ്രതിഷ്ഠ പൂജ നടത്താൻ വേണ്ടി മാത്രമേ ബ്രാഹ്മണർ വന്നുള്ളൂ. ബാക്കി മുഴുവൻ കൽപ്പണി നടത്തിയതാരാ? കുമ്മായപ്പണി നടത്തിയതാരാ? ഈ വിഗ്രഹങ്ങളെല്ലാം മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കിയതാരാ? മുഴുവൻ വിശ്വകർമ്മജരാണ്. അവരെണ്ണത്തിൽ കുറവായിരുന്നു. പക്ഷേ അവരുടെ കണക്ക് തെറ്റിയിരുന്നെങ്കിൽ അമ്പലത്തിൻ്റെ കണക്ക് തെറ്റൂല്ലായിരുന്നോ? അവർ പഴയ കാലത്ത് കൊട്ടാരങ്ങൾ വയ്ക്കുമ്പോൾ ഈ മരമാണല്ലോ അടിച്ചുണ്ടാക്കി വയ്ക്കുന്നത്, ആരൂഢം എന്ന് പറഞ്ഞ സാധനം. അതിന് വല്ല കണക്കുകളുണ്ട്. ആ കണക്ക് തെറ്റിക്കഴിഞ്ഞാൽ കെട്ടിടം ഉണ്ടാവില്ല. പക്ഷെ അത്തരത്തിലുള്ള ഒരു വാല്യൂ വിശ്വകർമ്മർക്ക് ഈ സമൂഹം കൊടുത്തില്ല. കാരണം അവരുടെ സംഭാവനയെ മറ്റുള്ളവർ അടിച്ചു മാറ്റി. മോഷ്ടിക്കുക എന്ന് പറയുമല്ലോ. ഇപ്പോൾ ഗവേഷണ ബിരുദം എഴുതുമ്പോൾ അതിൽ പിന്നെ പ്ലാജിയറിസം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് പിന്നെ മോഷണം, സാഹിത്യ ചോരണം, അങ്ങനത്തെ വിജ്ഞാനത്തിനെ ചോർത്തിക്കളഞ്ഞു. എന്നിട്ട് വിജ്ഞാനത്തെ ചോർത്തുക മാത്രമല്ല, ഈ വിജ്ഞാനം മുഴുവൻ ഉണ്ടാക്കിയ മറ്റേതോ വിഭാഗക്കാർ പറഞ്ഞു കൊടുത്തു ഇവരതിൻ്റെ കാർമ്മികന്മാർ മാത്രമാണ്, ഇവർ കർമ്മകാന്ഡം മാത്രമാണ്, ജ്ഞാനകാന്ഡം വേറെയാണെന്ന് ബുദ്ധിമാന്മാർ പറഞ്ഞു വെച്ചു. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവരെന്താ, ശാസ്ത്രം മുഴുവൻ പടിഞ്ഞാറുണ്ടായി എന്നല്ലേ പറഞ്ഞത്. കണ്ടുപിടുത്തം മുഴുവൻ അവരുടേതാണ്. ഞങ്ങളാണ് നിങ്ങൾക്ക് വിദ്യ ഉണ്ടാക്കാൻ വേണ്ടി വന്നതെന്നല്ലേ ഇവിടെ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കും. വാസ്തവത്തിൽ ഇവിടെ ഉണ്ടായിരുന്നില്ലേ ഒരു തനത് വിജ്ഞാനമുണ്ട്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രം കാണിച്ചു കൊടുത്താൽ ഇതുപോലൊരു കെട്ടിടം ഉണ്ടാക്കി അത് സായിപ്പിന് കഴിയില്ല. അവിടെ വെച്ചേക്കുന്ന മേത്തം പണി ഇതെങ്ങനെ സാധിക്കും? അപ്പം തദ്ദേശീയമായ വിജ്ഞാനം ഉണ്ടായിരുന്നു. ആ തദ്ദേശീയ വിജ്ഞാനം ജനങ്ങൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു കമ്മാളൻ്റെ മനസ്സിൽ
രൂപപ്പെട്ട ഒരു ചിത്രമാണ് ശില്പമായി വന്നത്. അതിമനോഹരമായൊരു സ്ത്രീരൂപം. നമ്മൾ സാങ്കോപാംഗം തല മുതൽ പാദത്തിൻ്റെ പെരുവിരൽ വരെയുള്ള ഒരു അനുപാതമുണ്ട്. ആ അനുപാതം അനുസരിച്ചാണ് ഇതെല്ലാം പണിതിരിക്കുന്നത്. ഒരു പുരുഷനാണെങ്കിൽ അങ്ങനെ. അതാണ് പിന്നെ ദേവനോ ദേവിയോ ആയിത്തീർന്നത്. ഒരു പൂജാരി വന്നപ്പോൾ, പൂജാരി ആരോ ആവട്ടെ, പൂജാരി ചിലപ്പോൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാവാം ഒരു പൂണൂലിട്ടത്. ഒരു യോദ്ധാവാണെങ്കിൽ അറിയാൻ വേണ്ടിയില്ലെങ്കിൽ അമ്പും വില്ലും കൊണ്ടുവന്നത് യോദ്ധാവാണെന്ന് അറിയണം. അങ്ങനെയാവാം ഇതൊക്കെ പിന്നെ വന്നത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ ഓരോ ക്ലാസ്സായിട്ട് മാറുകയാണ്, ഒരു വർഗമായിട്ട് മാറുകയാണ് ചെയ്തത്. ഇവിടെ ആറ്റുകാലെ സംബന്ധിച്ചിടത്തോളം ആ പരിസരത്ത് പോയി നോക്കിയാൽ അറിയാം, കരവനയാറിൻ്റെ പടിഞ്ഞാറേക്കര, കിഴക്കേക്കരയും പടിഞ്ഞാറേക്കരയും വയലുകളായിരുന്നു. ഇപ്പോൾ ഈ PRS ആശുപത്രിയിൽ ഇരിക്കുന്ന സ്ഥലം കോരപ്പുല്ലും പിന്നെ നായ്ക്കരിമ്പും മുളച്ച് കിടക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ നടുക്കൂടിയുള്ള വരമ്പിൽ കൂടിയാണ് റോഡ് വന്നിരുന്നത്. നേരെ ചാലയിൽ കയറുന്നു. കരമന എത്തുമ്പോൾ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരം കാണാം. രണ്ട് സൈഡിലും വയലുകളാണ്. ചാല നേരത്തെ നികത്തിയെടുത്ത് കമ്പോളമാക്കി, കച്ചവടമാക്കി. പുത്തൻചന്ത എന്നൊരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത്. ഇപ്പോഴത്തെ ആയുർവേദ കോളേജ് ഇരിക്കുന്ന സ്ഥലമാണ് പുത്തൻചന്ത. മറ്റത് പഴവങ്ങാടി, ഗണപതി കോവിലിരിക്കുന്ന പഴവങ്ങാടി, പഴയ അങ്ങാടി, പഴയ ചന്തയാണത്. അവിടെ ഈ ക്ഷേത്രം വരികയും ഒരു തിരക്ക് കൂടുകയും ചെയ്തപ്പോൾ പുതിയ ചന്ത ഇങ്ങോട്ട് മാറ്റി സ്ഥാപിച്ചു. അവിടെ നിന്ന് 5 മിനിറ്റ് നടന്നാൽ നമുക്ക് പഴവങ്ങാടിയിൽ നിന്ന് 5 മിനിറ്റ് വടക്കോട്ട് നടന്നാൽ ഇപ്പോഴത്തെ ആയുർവേദ കോളേജിൻ്റെ പുത്തൻ ചന്തയിലെത്താം. അപ്പോൾ പദങ്ങളുണ്ടാകുന്നത്, സ്ഥലപ്പേരുണ്ടാകുന്നത് പോലും ഇതാണ്. ആറ്റുകാൽ ആറ്റിൻ്റെ തീരമാണ്. അപ്പോൾ അവിടെ വയലാണ്. ആ വയലിൻ്റെ ഉടമസ്ഥന്മാരാരായി? അങ്കുടി കമ്മാളർക്ക് കൃഷി അറിഞ്ഞുകൂടാ, അവർക്ക് കൈവേല അറിയാവൂ. അപ്പോൾ കൃഷി ചെയ്തിരുന്ന നായന്മാർ അതിൻ്റെ ഉടമയായി, അവരുടെ ക്ഷേത്രമാക്കി ഇതിനെ മാറ്റി. കേരളത്തിൻ്റെ പരമ്പരാഗതമായ കൃഷി, കാർഷിക ഗ്രാമങ്ങളും ഈ കൂടെ ഒരു ക്ഷേത്രവുമുണ്ട്. നിങ്ങൾ എവിടെയോ നോക്കിയോ നെൽകൃഷി ഉണ്ടെങ്കിൽ ഒരു ദേവൻ അടുത്ത് കാണും. ആ ദേവനെ അവിടെ പ്രതിഷ്ഠിച്ചത് അവിടെ ഒരു നാട്ടുകൂട്ടം ഉണ്ടാക്കാനാണ്. അവിടെ ഒരു കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റിയിൽ എല്ലാ ജാതിപ്പെട്ടവരും ഉണ്ടാവും. ആ കമ്മിറ്റി എന്തിനു വേണ്ടിയാണ്? ദേവൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയല്ല, കൃഷി കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാണ്. കാരണം ഈ പാടത്ത് പണിയെടുക്കുന്ന യഥാർത്ഥ കർഷക തൊഴിലാളി എന്ന് പറയുന്ന താഴ്ന്ന ജാതിക്കാരാണ്. അവരെണ്ണത്തിൽ കുറവാണ്. അവരെ തുല്യമായി വീതം വയ്ക്കണം. അതൊന്ന്. രണ്ട്, ഇപ്പോൾ പുഴയുടെ തീരമല്ല മറ്റ് സ്ഥലങ്ങളിലാണെങ്കിൽ കുളത്തിൽ നിന്നാണ് വെള്ളം വരുന്നത്. കുളത്തിൽ നിന്ന് തോട് ചാല് കയറി തോട് കൊണ്ടുവരും. കുളത്തിൽ വെള്ളം സംഭരിച്ച് നിർത്തും വേനൽക്കാലത്ത്. അപ്പോൾ അത് തോടുകളിലൂടെ തുറന്ന് വേണം വിടാനായിട്ട്. തുറന്ന് വിടുന്നതിന് അവിടെ ലോക്കുണ്ടായിരുന്നു. പാറ അടിച്ച് തുളച്ച് ഈ ഒരു വിരൽ കടത്താവുന്ന തീരത്തിലൊരു തുളയുണ്ടാക്കി അതിൽ ചകിരി കൊണ്ട് അടച്ചാണ് വച്ചിരുന്നത്. ഇത് അടിയറ്റത്താണ് വയ്ക്കുന്നത്. മുളറ്റത്തല്ല, വെള്ളം താഴുമ്പം കിട്ടണം. അപ്പോൾ അടിയറ്റത്ത് വയ്ക്കും. അത് വെള്ളത്തിൽ താഴ്ന്ന് മുങ്ങിപ്പോണം. അതിന് മുക്കിളി ഇടുക എന്നാണ് മലയാളത്തിൽ പറയുക. ശ്വാസം പിടിച്ച് അടിയിൽ താഴ്ന്ന് കിടക്കാൻ കഴിയുന്നതിനാണ് മുക്കിളി ഇടുക. അത് 1 or 2 ആളെ അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവും. അവർ നെല്ല് കൊയ്യുമ്പോൾ ഒരു വിഹിതം കൊടുക്കും. അന്ന് ക്യാഷ് എക്കോണമി അല്ല, നമ്മൾ കൈൻഡായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നാളികേരം ഇടുന്നവന് നാളികേരം കൊടുക്കുന്നു, അടയ്ക്ക പറിക്കുന്നതിന് അടയ്ക്കയാണ് കൊടുക്കുന്നത്, നെല്ല് കൊയ്യുന്നവന് നെല്ല് കൊടുക്കുന്നു. അല്ലാത്തവർക്കൊക്കെ അരിയോ പിന്നെ നാളികേരമാണ് കൊടുക്കുന്നത്. പട്ടിണി ആവാതിരിക്കുള്ള സാധനങ്ങളാണ് കൊടുത്തത്. അങ്ങനെ ഒരു സംവിധാനം എല്ലാ ക്ഷേത്രങ്ങളും കഴിഞ്ഞു. ഈ കാർഷിക ഗ്രാമത്തിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രമാണ് ക്ഷേത്രം. ദേവനല്ലേ അവിടെ പ്രാധാന്യം? കൃഷിക്കാണ്. ദേവനല്ല പ്രാധാന്യം, കൃഷിക്കാണ്. ആ കൃഷിയില്ലെങ്കിൽ ദേവനും പട്ടിണിയാവും. ദേവൻ്റെ ചുറ്റും നിൽക്കുന്ന പൂജാരികാരും മറ്റാൾക്കാരും ഇല്ലേ. അങ്ങനെ ഒരു കാർഷിക ഗ്രാമം വന്നപ്പോൾ അതിൻ്റെ കേന്ദ്രമായിട്ട് ഇത് മാറിയതാവാം ആറ്റുകാല്. അങ്ങനെ ആയിരിക്കും നായന്മാരുടെ കയ്യിലേക്ക്. ഒരു ട്രസ്റ്റാണത്, പ്രൈവറ്റ് ട്രസ്റ്റാണ്. 6-7 കുടുംബങ്ങൾ ചേർന്ന് അല്ല. ഈ ദേവിയുടെ തുടക്കം ചിലപ്പോൾ അങ്കുടി കമ്മാളരാവാം. അതിനവർ വിശ്വസനീയമായൊരു കഥ പറഞ്ഞു. ഈ കരവനയാർ അപ്പുറത്തിനാണ് വരുന്നത്, സഖ്യപർവ്വതം താണ്ടിയാണ്. അവിടെ കൂടി കണ്ണകി ഇങ്ങോട്ട് വന്നു. ഇത് തന്നെ നമ്മൾ കുമളിയിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കണ്ണകി പെരിയാർ വഴി വരുന്നു, കൊടുങ്ങല്ലൂർ വരുന്നു. അതുപോലെ ഒരുപാട് ദേവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചപ്പോഴും കച്ചവടക്കാരുടെ കൂടെയാണ്. ഈ പെരിയാറിൻ്റെ തീരത്തു കൂടെ നമ്മൾ ഇടുക്കി കടന്ന് പോകുന്ന ഭാഗത്ത് പലയിടത്തുനിന്ന് റോമൻ നാണയങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് സ്വർണ്ണ? റോമൻ സ്വർണ്ണ ഇവിടെ ഈ പുഴ മലയാട് വന്നത് എങ്ങനെയാണ്? ഈ പുഴ പിടിച്ചാണ് ഇവർ സഞ്ചരിക്കുന്നത്. പഴയകാലത്തെ സഞ്ചാര പദങ്ങളെല്ലാം കിഴക്ക് പടിഞ്ഞാറാണ്. കേരളത്തിൽ കിഴക്ക് പടിഞ്ഞാറാണ്. 41 നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നുണ്ട്. ഈ തീരപ്രദേശത്ത് നിന്നവർ നേരെ കിഴക്കോട്ട് പോകുന്നത് പുഴയുടെ തീരം പറ്റിയാണ്. പുഴയുടെ തീരം പറ്റിയ ആൾവാസമുള്ളൂ, ജനവാസമുള്ളൂ. അവിടെ കൂടി പോയെങ്കിൽ മാത്രമേ അവരുടെ സാധനങ്ങൾ വിൽക്കാൻ പറ്റൂ. അവർക്ക് ആഹാരം കിട്ടാനും അതേ മാർഗ്ഗമുള്ളൂ. അങ്ങനെ പോയ വഴിക്ക് പലയിടത്തും ശേഖരിച്ചതോ നഷ്ടപ്പെട്ടു പോയതാവാൻ സ്വർണ്ണ നാണയങ്ങൾ. ഇടുക്കിയിൽ നിന്നും കുമളിയിൽ നിന്നൊക്കെ സ്വർണ്ണ നാണയം, റോമൻ സ്വർണ്ണ നാണയം കിട്ടിയെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? റോമൻ വാണിജ്യം അവിടെ എത്തിയിരുന്നു. അവരേതുവഴി പോയി?
പുഴയുടെ തീരത്തൂടെ അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഉപസംഹരിക്കേണ്ടി വരുന്നത് ഈ ആറ്റുകാൽ അമ്പലം, അതായത് ഈ നമ്മളിപ്പോൾ ഈ സംസാരം അവസാനിപ്പിക്കേണ്ടി വരുന്നത് ആറ്റുകാൽ അമ്പലം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന കമ്മ്യൂണിറ്റിയുടേതല്ല. അല്ല, ഇത് കാലാന്തരത്തിൽ അവരെ കയ്യിൽ വന്നു ചേർന്നതാണ്. അതെ, അത് തന്നെയാണ് ഇതിൻ്റെ. അത് ഏത് ക്ഷേത്രത്തിൻ്റെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ക്ഷേത്രങ്ങൾ പണിയുന്നത് മുഴുവൻ ഐൻകുടി കമ്മാളരാണ്. പത്മനാഭസ്വാമി ക്ഷേത്രമാണേലും മറ്റേത് ക്ഷേത്രം പണിയാൻ ആര് വേണം? ഈ ഭീമാകാരമായ കല്ല് എങ്ങനെയാണ് കൊണ്ടുവരാൻ പറ്റുക? അത് ഉരുക്ക് കൊണ്ടുള്ള ഉളി ഉണ്ടെങ്കിലല്ലേ പാറ കീറിയെടുക്കാൻ പറ്റൂ. ഇത്രയും ഭീമാകാരമായ കല്ല് എങ്ങനെയാണ് ഇതിൻ്റെ മേളിൽ കയറ്റിയത്? അന്ന് ക്രെയിൻ ഇല്ലല്ലോ, ആനയെ കൊണ്ട് വലിച്ചു കയറ്റിച്ചതാവാം. അപ്പോൾ ഉത്തോലകം എന്ന് പറയുന്ന കപ്പിയും കയറും വേണം. ആ കപ്പിയും കയറും ഇടാനുള്ള കപ്പിയിൽ തൂങ്ങുന്ന കയറാണോ? അല്ല, വേറെന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്നൊരു ഏർപ്പാടുണ്ട്. അതായത് നമുക്കൊരു 50 അടി പൊക്കത്തിൽ ഒരു സാധനം എത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ എത്തിക്കേണ്ട സ്ഥാനത്ത് നിന്നും താഴോട്ട് മണ്ണിട്ട് നകത്തും, ചരിച്ച് ഇതിൽ കൂടി നിരക്കി ഉരുട്ടിക്കയറ്റും. എന്നിട്ട് അവിടെ കൊണ്ടുവച്ചതിന് ശേഷം മണ്ണങ്ങ് മാറ്റും. യഥാർത്ഥ സ്ഥാനത്ത് പ്ലേസ് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം മണ്ണ് മാറ്റും. അങ്ങനെയാണ് ചിലപ്പോൾ ഈ പുത്തരിക്കണ്ടം നികന്നു പോകാനും കാരണം അതാവാം. പഴയ വയലാണല്ലോ. അപ്പോൾ ഈ മണ്ണ് കൊണ്ടുവന്ന് കോവില് പണിയുന്നതിന്, ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി ഭീമാകാരമായ കല്ല് മേളിലെത്തിക്കാൻ വേണ്ടി എവിടുന്നോ മണ്ണ് കൊണ്ടുവന്നു. ആ മണ്ണ് പിന്നീട് മാറ്റിയപ്പോൾ ക്ഷേത്രം വ്യക്തമായിട്ട് വന്നു, പക്ഷേ ഇത് തെളിഞ്ഞു വന്നു. ഈ വയലങ്ങ് അപ്പോൾ ഇത് മാറി. അങ്ങനെയാണ് പണിയുന്നത്. അപ്പോൾ ക്രെയിൻ ആയിരിക്കില്ല, അല്ലെങ്കിൽ ആനയെ കൊണ്ട് കയറ് പിടിച്ചായിരിക്കില്ല കയറ്റിയത്, ഇങ്ങനെയാവാം. അപ്പോൾ ആ സാങ്കേതികവിദ്യ ആരുടേതാണ്? അത് ഈ പണിയുന്നതിനല്ലേ സാങ്കേതികവിദ്യ ഉണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിൽ വിശ്വകർമ്മജരാണ് യഥാർത്ഥത്തിൽ ശില്പികൾ. പക്ഷെ ആ അംഗീകാരം ലഭിക്കാത്ത ഒരു സമുദായമായി മാറുന്നു എന്നുള്ളതും അത് പിന്നെ അവരുടെ സാമ്പത്തിക ക്രമത്തിൽ വന്ന മാറ്റമാണ്. കാരണം സ്വത്തുൽപാദിപ്പിക്കുന്നവർ വേറെ, ഈ അധികാരവും സമ്പത്തും ഒരുമിച്ചല്ലേ നിൽക്കൂ. പണമുള്ളവൻ ഭരിക്കും, അന്നും ഇന്നും എന്നും.